138 സെഷനിലേക്ക് വി മാജിക് ലീഡേഴ്സ്, ഫൗണ്ടേഴ്സ്, മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലൈഫ് സ്കിൽസ് എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ ട്രെയിനറായ ബഷീർ സാറിനെ ക്ഷണിക്കുന്നു. വെൽക്കം സാർ. മാജിക് മോർണിംഗ് കേൾക്കാമോ, കാണാമോ? മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ് കേൾക്കാം, കാണാം. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ് സർ. താങ്ക് യു. എനിക്ക് അറിവിന്റെ ബാലപാഠം നൽകിയ എൻ്റെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, എനിക്കിങ്ങനെ സംസാരിക്കാൻ ധൈര്യവും പ്ലാറ്റ്ഫോമും നൽകിയ ബി മാജിക് കമ്മ്യൂണിറ്റി, അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്നിവരെയെല്ലാം ഞാൻ സ്മരിച്ചും കൊണ്ട് തുടങ്ങാം. ലൈഫ് സ്കിൽസ്, ജീവന കല എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ നേടിയെടുക്കേണ്ട കഴിവുകൾ, സ്കില്ല്, നൈപുണ്യം, ഇതാണ് ഇന്നത്തെ വിഷയം. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്. ചിലർക്ക് റിപ്പീറ്റേഷൻ ആയിരിക്കും, ക്ഷമിക്കുക. കാരണം ഈ ബി മാജിക്കിൽ ഇപ്പോൾ 5 കൊല്ലം 2000 ചില്ലാൻ ക്ലാസ്സുകൾ നടന്നതാണ്. ഈ സബ്ജക്റ്റൊക്കെ ഇതിൽ കൂടി തന്നെ നമുക്കും കിട്ടിയത്. അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്ന, ഒന്നും കൂടി ഓർമ്മപ്പെടുത്തലായിട്ട് കരുതിയാൽ മതി. ലൈഫ് സ്കില്ലിൽ ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് കാണേണ്ടത് ഹെൽത്താണ്. ഹെൽത്ത് ഇല്ലാതെ ഒരു ലൈഫും ഇല്ല. ഹെൽത്ത് 4 തരത്തിലുള്ള ലൈഫാണ്. ഹെൽത്ത് എന്ന് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്. ഇത് 3ഉം കൂടി കൊണ്ട് ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. ഇതിൽ 4 ഏതെങ്കിലും ഒന്നിൽ കമ്മി വന്നാൽ അത് നമ്മളെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ എന്തായാലും സഫർ ചെയ്യും, നിർബന്ധമായിട്ട്. ബേസിക് ആയിട്ട് ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇല്ലാത്ത ഒരാളോട് വേറെ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അയാൾക്കത് തലയിൽ കയറില്ല. അപ്പം തലവേദനയിട്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അയാളിപ്പോൾ തൽക്കാലങ്ങൾ പിന്നെ വരിയെന്ന്. കാരണം നമുക്ക് ഫിസിക്കലായിട്ട് എപ്പോഴും ഹെൽത്ത് വേണം. നല്ല പല്ലുവേദന ഉള്ള ഒരാൾക്ക് 5 സ്റ്റാർ ഹോട്ടലിലെ ഡിന്നർ കിട്ടിയിട്ട് ഒരു ഫലവുമില്ല. അത് നോക്കി പോരാന്നല്ലാതെ അയാൾക്കത് അനുഭവിക്കാൻ പറ്റില്ല. അതേമാതിരി ഒരു ഊരവേദന ഉള്ള ഒരാളെ ബെൻസ് കാർ കൊണ്ടുപോയിട്ട് ഒരു ഫലവുമില്ല. അയാൾക്ക് ആ ബെൻസ് കാറിന്റെ ഇത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്തിനും. അതോടൊപ്പം മെന്റലും സ്പിരിച്വലും ഫിനാൻഷ്യലും ഒരുവിധം ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകും. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ആവശ്യം വേണ്ടത് ഒരു സെൽഫ് അവെയർനെസ്. നമ്മൾ എന്താണ്, നമ്മളെ ദൗത്യം എന്താണ്, ഒരു പവർ എന്തായാലും ഉണ്ടെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഒരു പവർ, യൂണിവേഴ്സൽ ഒരു പവർ ഉണ്ട്. അതില്ലാതെ ഇപ്പം കൃത്യം 6:10 സൂര്യൻ ഉദിക്കലും 5:30 5:60 50 സൂര്യൻ അസ്തമിക്കലും ഇതൊക്കെ കറക്റ്റ് സമയത്തിന് നടക്കുന്നുണ്ട്. അപ്പം ഇതിനെന്തോ ഒരു സംഭവം, ഒരു എനർജി ഇവിടെ നടക്കുന്നുണ്ട്. ആ എനർജിക്ക് പല പേരും പറയാം. ഓരോ ഭാഷയിൽ ദൈവം, ഭഗവാൻ, അള്ളാഹ്, അങ്ങനെ പലതും, ഈശോ, പലതും പറഞ്ഞും കൊണ്ട് നമ്മൾ വിളിക്കുകയാണ്. സത്യത്തിൽ ഇതൊരു എനർജിയാണ്. അപ്പൊ ആ എനർജി കൃത്യമായിട്ട് നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു, അതിന് തന്നെ നമ്മൾ ആലോചിച്ചാൽ ആ വായു കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു 3 സെക്കൻഡ് അല്ല ഈ ആസ്തിയൊന്നും മുന്നോട്ട് പോകില്ല. നമുക്ക് അത്ര 3 മിനിറ്റ് അങ്ങനെ അതിൻ്റെ കണക്ക്. അതിൽ ഈ ആസ്തിയൊന്നും ജീവിക്കാൻ പറ്റും. ഇനി ആ വായുവിൻ്റെ പ്രഷർ, ഇപ്പൊ നിലവിൽ കിട്ടുന്ന പ്രഷറിൽ അല്പം കൂടുക അല്പം കുറയുകയോ കൂടിയാൽ നമുക്ക് വലിച്ചാൽ എവിടെ എത്തും, കുറഞ്ഞാൽ നമുക്ക് വലിച്ചാൽ കിട്ടൂല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഒരു കണക്കനുസരിച്ച് പ്രകൃതിയിൽ യൂണിവേഴ്സ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. അതിൽ ഒരു മാറ്റമില്ല. ഇതിന്റെ ഈ പ്രഷർ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്, എയറിന്റെ. അപ്പൊ അതൊക്കെ ഒരു ഇത്തിരി കൂടുക ഇത്തിരി കുറയ്ക്കുക ചെയ്യാതെ
കറക്റ്റ് തോന്നുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റു. ഇന്നലെ കിടന്ന നമ്മളെപ്പോലെ ആരോഗ്യത്തോടു കൂടി കിടന്ന എത്ര ആൾക്കാരിൽ നിന്ന് എണീക്കാത്തവരുണ്ട്? നമ്മൾ ആലോചിച്ചാൽ അങ്ങനെ. ഇപ്പൊ കഴിഞ്ഞ നോൽമ്പിന് എനിക്ക് 2-3 നല്ല സുഹൃത്തുക്കള് നോൽമ്പിന് രാവിലെ എണീറ്റില്ല. അവര് ആ ഉറക്കം ഉറങ്ങിപ്പോയി. അപ്പം ഇതൊന്നും നമ്മളെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. അപ്പൊ അതിനൊക്കെ പഠിച്ചവനോട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നന്ദി പറയാ. ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ശീലിക്കുക. കിട്ടിയ ഭക്ഷണത്തിന്, കിട്ടിയ വായുവിന്, വെള്ളത്തിന്, അത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ശീലിച്ചു കഴിഞ്ഞാൽ, ഫർഗീവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും ശീലിച്ചു കഴിഞ്ഞാൽ അവയർനെസ് തനിയെ എങ്ങനെയാ വരുന്നതെന്നറിയില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സെൽഫ് അവയർനെസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും അടുത്ത ടൂളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫർഗീവ്നെസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻ മേക്കിംഗ്. നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ഒരു വിഷയം വന്നാൽ അതിന് എന്ത് ചെയ്യണം, ഈ കഴിവ് നമ്മൾ ആർജിക്കണം. ഈ കഴിവ് ശരിക്കും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. 2 ഭാഗത്ത് വാഹനം വരുന്നു നോക്കിയിട്ടും അതിന്റെ ഇനി വരുന്ന വാഹനത്തിന്റെ ആ സ്പീഡ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതൊക്കെ നമ്മളിപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ എലിമെന്ററി സ്റ്റേജ് അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ കയറുന്ന അവൻ ചെന്നിട്ട് സ്കൂളിൽ ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം അവൻ അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെ യാത്രയിൽ പല അനുഭവങ്ങളും കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് പ്രകൃതി ആ കഴിവ് നമുക്ക് തന്നാൽ ആ തീരുമാനം, ഇപ്പോൾ ആ റോഡ് ക്രോസിങ് ഇത് സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മൾ കോടി ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് ബ്രെയിൻ അതേ പവറാണ് ഉപയോഗിക്കുന്നത്. ബ്രെയിന് വേറെ എക്സ്ട്രാ പവറൊന്നും വരുന്നില്ല. അപ്പൊ അതാണ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ തേർഡ്, പ്രോബ്ലം സോൾവിങ്. നമ്മൾ ഒരു പ്രശ്നങ്ങൾ വന്നാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള അതിന് നല്ല നിലയിൽ ഒരു പ്രശ്നം വന്നാൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം തീർക്കുക. ആ ഒരു കഴിവ് നമുക്ക് ജീവിതത്തിൽ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു ലൈഫ് സ്കില്ലിൽ ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ്. നമ്മൾ സംസാരിക്കാൻ, ഞാൻ മനസ്സിൽ കരുതിയ എൻ്റെ ആശയം ഞാൻ പറയുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളിൽ എത്തുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് ഭാഷ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സംസാരത്തിൻ്റെ ടോണ്, നമ്മളെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വലിയ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞിടത്തോളം സൗണ്ടിനാകെ 10% കുറവേ ഉള്ളൂ. ബാക്കി 90% ബോഡി ലാംഗ്വേജും നമ്മുടെ ആക്ഷൻസും നമ്മുടെ ടോണും ഒക്കെയാണ്. ഒരു വിഷയം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് മറ്റാളിൽ ചെന്ന് കയറുന്നത് അങ്ങനെയാണ്. പിന്നെ ഇന്റർപേഴ്സണൽ സ്കില്ല് വേണം. നമ്മൾ ഒരു വ്യക്തിനെ കണക്ഷൻസ് വർദ്ധിപ്പിക്കുക. ഒരു പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ 4 പ്രാവശ്യം ഒരാളുടെ ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ 5-ാമത്തെ പ്രാവശ്യം നമ്മളെടുത്ത് ഫ്രണ്ടായി മാറും. അപ്പോൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പിലെ ലിസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ ആൾക്കാർ മെമ്പർഷിപ്പ് കൊടുക്കുക. ഇന്റർപേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും ഏത് വ്യക്തി എവിടാണ് നമുക്ക് ഉപകരിക്കുക ലൈഫിൽ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നിസ്സാരമായി കാണുന്ന ഒരാളായിരിക്കും ചില സമയത്ത് നമ്മളെ ഒരു പ്രശ്നത്തിൽ നമ്മളെ സമയം സേവ് ചെയ്യുന്ന അയാളായിരിക്കും. എവിടെയെങ്കിലും ചെന്ന് വിടുമ്പോൾ അവിടെ പരിചയമുള്ള ഒരു ക്ലർക്കോ ഒരു പ്യൂണോ അല്ല ഒരു ഓഫീസറോ ഉണ്ടെങ്കിൽ ആ വിഷയം വേഗം, അങ്ങനെ പല നിലക്ക്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഒരു ഹോസ്പിറ്റൽ കേസിൽ ചെന്നാൽ അവിടെ നമ്മൾ പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നും കൂടി ആ പ്രോസസ്സ് ഒന്നും കൂടി സ്പീഡായിട്ട് കഴിയും. അതാണ് ഇന്റർപേഴ്സണൽ സ്കില്ല്. പിന്നെ എമ്പതി ഉണ്ടായിരിക്കുക. നമ്മളൊരു എമ്പതി ഉള്ള ഒരാളായിരിക്കും. നമുക്കുണ്ടാകുന്ന ഒരു വിഷമം മറ്റുള്ളവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അത് നമുക്കുള്ള ഒരു വിഷമമായിട്ട് കാണുക എന്നതാണ് എമ്പതി. സിമ്പതി അതല്ല. സിമ്പതി പാവം, അതാണ്.
എന്തെങ്കിലും പ്രശ്നം കണ്ട അയ്യോ പാവായി പോയിട്ടോ, അത് സിമ്പതി എന്ന് പറയും. മറ്റേത് അയാളെ പ്രശ്നത്തിന് നമ്മളെ കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ ബസ്സിൽ ഒരാൾ കയറി, ഒരു അവശനായ ഒരാളാണ്. നമ്മൾ അയാൾക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അയാൾ ഇരിക്കട്ടെ. അവിടാണ് ഈ നമ്മൾ അങ്ങനെയുള്ള ചില്ലറ കേസുകളിൽ നമ്മൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എമ്പതി നമുക്ക് ജീവിതത്തിൽ വലിയൊരു സ്കില്ലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെന്റൽ ഹെൽത്തിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ബി മാജിക് പറയേണ്ട ആവശ്യമില്ല. കാരണം മെന്റൽ ഹെൽത്ത് നമുക്ക് മെഡിറ്റേഷന് കൂടി നമ്മൾ വിചാരിക്കാതെ ഒരു വെറും ഇരുത്തല്ലേ, ഒരു വിഷ്വലൈസേഷൻ അല്ലേ. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ മെഡിറ്റേഷൻ ഇല്ലാത്ത ഒരാള് ഒരു നമുക്കൊരു ദിശാബോധം ഇല്ലാതെ നടക്കുന്ന, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ചോദിച്ചു പോവാം, മോഹൻലാൽ പറഞ്ഞ മാതിരി. ഇപ്പൊ നമ്മൾ GPS ഇട്ടിട്ട് പോകും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് ആ വഴിക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ, മറ്റേ ഇനി അതിനേക്കാൾ എളുപ്പമുള്ള വേറെ വഴിയുണ്ടോ, പലതും സെർച്ച് ചെയ്യാൻ ഇന്ന് ആധുനിക കാലത്ത് ടെക്നോളജി എത്ര വികസിച്ച് അതേമാതിരി തന്നെയാണ് നമുക്ക് ഈ മെഡിറ്റേഷൻ കിട്ടുന്നത്. നമുക്കൊരു വിഷയം വരുമ്പോൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാനൊരു റൗണ്ട് അബൌട്ട് 20 years ആയി ഇപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത്. അതൊരു 95 ഞാൻ യോഗ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2010 കാലഘട്ടത്തിൽ ഞാൻ മെഡിറ്റേഷനെ കൊണ്ട് എനിക്ക് ഭയങ്കര ജീവിതത്തിൽ ഇപ്പൊ കോവിഡ് വന്ന കാലത്തും പിന്നെ പല വിഷയങ്ങളും ബിസിനസ്സിലായാലും പേഴ്സണലായിട്ടും അതിലൊക്കെ ഞാൻ അതൊരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റിയത് മെഡിറ്റേഷനിലാണ്. അപ്പം ഞാൻ ബി മാജിക്കില് മെഡിറ്റേഷൻ വളരെയധികം പലവർക്കും വളരെയധികം മെച്ചപ്പെട്ടു. അപ്പം മെഡിറ്റേഷൻ നമ്മളെ മെന്റൽ ഹെൽത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംഭവം. പിന്നെ ഫിസിക്കലായിട്ട് നമ്മൾ ഡെയിലി ഒരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ബോഡി ഇളകുക. 30 മിനിറ്റ്സ് ആണ് അതിന്റെ കറക്റ്റ് സമയം. ഒരു 20 to 30 മിനിറ്റ്സ് ആണ് അതിന്റെ ടൈം വേണ്ടി. മിനിമം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് അതാണല്ലോ, ഇതാണല്ലോ മൂഡ് ഓഫ് ആണ്, അങ്ങനെയല്ല. അങ്ങനെ മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഒന്ന് ഇളകുക, എല്ലാ ജോയിന്റ്സ് ഒന്ന്, അത് നിർബന്ധമായിട്ട് ചെയ്യാം. പിന്നെ സ്പിരിച്വൽ ഹെൽത്തിനാണ് നമ്മൾ പ്രാർത്ഥനകള്. സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക എന്നതിൽ കവിഞ്ഞൊരു സംഭവമാണ് കേട്ടോ. സ്പിരിച്വലായ ഒരാള് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അയാൾക്ക് മറ്റുള്ള എല്ലാ കാര്യത്തിലും ഒരു കാഴ്ചപ്പാടുണ്ടാവും. എന്താണ് സ്പിരിച്വാലിറ്റി? അതൊരു വലിയൊരു വിഷയമാണ്. അത് ഒരു ദിവസം സംസാരിച്ചാൽ തീരാത്ത. ഞാൻ പറയാം, സ്പിരിച്വലും റിലീജിയസ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. രണ്ടും സ്പിരിച്വൽ ആയ ആൾക്ക് റിലീജിയസ് ആകാം, പക്ഷെ റിലീജിയസ് ആയ ആള് സ്പിരിച്വൽ ആയിക്കൊള്ളണമെന്നില്ല. അത് അയാളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അയാൾക്ക് പുറത്തു വന്നാൽ അയാൾ തദൈവമായിരിക്കും, ഒരു വിഷയമില്ല. മറ്റുള്ളവന്റെ വിഷമത്തിൽ അയാൾക്ക് പ്രശ്നമില്ല. ഇടപാടുകളിലൊക്കെ ഭയങ്കരമായ കർശനമായിരിക്കും. അങ്ങനെയുള്ള സ്പിരിച്വലായ ആൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നല്ലവണ്ണം ഉണ്ടാവും. അയാള് ആഫ്റ്റർ ഓൾ ഞാൻ എന്റെ ലക്ഷ്യം എന്തെന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് ഇവിടുത്തെ ജീവിതം ഒരു നാടകമായിട്ട് തോന്നുള്ളൂ. പിന്നെ ഫൈനാൻഷ്യൽ ഹെൽത്ത്, ഫൈനാൻഷ്യലാണ് എൻ്റെ മെയിൻ ടോപ്പിക്ക്. ഞാൻ സബ്ജക്റ്റ് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞതാണ്. ഫൈനാൻഷ്യലായിട്ട് ഒരാള് ഫൈനാൻഷ്യലായിട്ട് അത്യാവശ്യം നമ്മൾ കോടീശ്വരനൊന്നും ആകണമെന്നില്ല. നമുക്കൊരു 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലത്തേക്കുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് കാര്യത്തിന് ധൈര്യം ഉണ്ടാവും. അപ്പം അതിന് ജപ്പാൻകാരെ സിസ്റ്റമാണ്. സാലറി മൈനസ് സേവിങ് കഴിഞ്ഞിട്ട് അവർ എക്സ്പെൻസിലേക്ക് പോവുള്ളൂ. നമ്മൾ തല കുത്തന്നെ. നമ്മൾ സാലറി കിട്ടിയ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വല്ലതും മിച്ചുണ്ടെങ്കിൽ സേവ് ചെയ്യും. ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട്
ഈ സ്വഭാവത്തിലേക്ക് എത്തണം. അതായത് സാലറി കിട്ടിയാൽ അതിൻ്റെ 20% 30% അത് എനിക്ക് ഭാവിയിലേക്ക് എൻ്റെ റിട്ടയർമെന്റ് കോർപ്പസ് എൻ്റെ എമർജൻസി ഫണ്ടോ ആയിട്ട് മണിക്കേണ്ട അനുസരിച്ചിട്ട് അതിന് പറ്റുന്ന വിവരമുള്ള ആൾക്കാരോട് അഡ്വൈസേഴ്സിനോട് ചോദിച്ചിട്ട് ഏതിലേയും കൊണ്ടുപോയിട്ട് നല്ല റിട്ടേൺ കിട്ടുന്ന മിനിമം ഒരു നമ്മളെ ക്യാപിറ്റൽ നഷ്ടപ്പെടാതെ കിട്ടുന്ന റിട്ടേണിന് ഉള്ള പല ഫണ്ടുകളും പല സംഭവങ്ങളും ഉണ്ട്. അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഭാവിയിലേക്ക് ഒരു വിഷമം വരില്ല. മറ്റേത് ഇയാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഈ പെൺകുട്ടിയുള്ള ആള് 20 കൊല്ലം 22 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടീന്റെ വിവാഹമല്ല ഹയർ സ്റ്റഡീസിനെ പറ്റി ചിന്തിക്കുന്നത്. നേരെ വെച്ച് അയാൾ 20 കൊല്ലം യൂണിവേഴ്സ് അയാൾക്ക് സമയം കൊടുത്തേക്കുന്നു ഇത് പ്ലാൻ ചെയ്തിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ. പക്ഷെ അയാൾ അത് ചെയ്യാതെ അങ്ങനെ നീട്ടി പോയി പ്രോകാസ്റ്റിനേഷൻ ചെയ്ത് ലാസ്റ്റിൽ 22ാമത്തെ കുട്ടിക്ക് കല്യാണം ഉറപ്പിക്കുമ്പോഴാണ് ഇയാൾ ഇതിന്റെ ചെലവിന്റെ പിന്നാലെ പരക്കം പോയി. നേരെ വെച്ചാൽ അയാൾ ആദ്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഫാമിലി. ഭാവിയിൽ ആൺകുട്ടികളാണെങ്കിൽ ഇവർക്ക് ഈ വർഷം ഒരു 5 ലക്ഷമാണ് ഇയാൾക്ക് ഒരു എഞ്ചിനീയറിംഗിന് എന്തിനെങ്കിലും പോകണമെങ്കിൽ ഉണ്ടെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഇയാൾക്ക് എത്ര ചെലവ് വരുന്നുള്ള നമ്മൾ ഇപ്പോഴേ ഇൻഫ്ലേഷനൊക്കെ കണക്കൂട്ടിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നടന്നു പോവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പറയാം കേട്ടോ, വെറുതെ വായിച്ച അറിവിൽ പറഞ്ഞല്ല. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് ഫസ്റ്റിലേ ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയോണ്ട് അവരെ കല്യാണം ഒന്നും കഴിഞ്ഞ ചെലവേ ഞാൻ അറിഞ്ഞിട്ടില്ല. അതങ്ങനെ സിമ്പിളായിട്ട് നടന്നുപോയി. കാരണം അതൊരു നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. നേരെ വെച്ചാൽ നമുക്ക് അന്ന് കിട്ടുന്ന 50 റുപ്യ 100 റുപ്യ കിട്ടിയാൽ 110 ചെലവാക്കിയിട്ട് 10 റുപ്യ കടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഈ ഗോൾ സെറ്റ് ഫിനാൻഷ്യൽ ഇപ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ. ഒരു ഭാവിയിലേക്ക് ഇന്ന ആവശ്യത്തിന് നമുക്കൊക്കെ 3-4 ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, മിഡ് ടേം ഉണ്ട്. അങ്ങനെ 3 ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് ഫൈനാൻസ് അതിനനുസരിച്ച് ഡിസിപ്ലിനോടുകൂടി അച്ചടക്കത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ ഫൈനാൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടാവില്ല. കൃത്യമായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ നടന്നു പോയിക്കോളും. ഇപ്പൊ ഞാൻ പിന്നെ നമുക്കൊരു ക്രിട്ടിക്കൽ എന്ത് വിഷയം കിട്ടിയാലും അതിനെപ്പറ്റി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരണം. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് അപ്പടി വിഴുങ്ങാൻ പാടില്ല. അതിന്റെ പ്ലസും മൈനസും നമ്മൾ ഒരു വിമർശന ബുദ്ധിയോടുകൂടി നോക്കണം. കൃത്യമായിട്ട് അത് ഇന്നാള് പറഞ്ഞ റസാഖ് സാർ പറഞ്ഞല്ല മറ്റാൾ പറഞ്ഞ അത് കൃത്യമായിരിക്കുന്നു അങ്ങനെ അപ്പടി വിശ്വസിക്കാതെ നമ്മൾ അതിനെ പറ്റിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നമ്മളത് അതൊക്കെ അങ്ങനെ അല്ലാതെ നമ്മൾ ഒരാൾ പറഞ്ഞ് എന്താ അത് ബി മാജിക്കിൽ വന്നാൽ നന്നാവും, ബി മാജിക്കിൽ വന്നാൽ എല്ലാവരും നന്നായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ അതിനൊരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി മാജിക്കിന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും. അതിൻ്റെ അനുഭവമുള്ള രക്ഷപ്പെട്ട ആൾക്കാരാണ് ഇപ്പം നമ്മളൊക്കെ. ഞാനതിൽ പെട്ടതാ. കൃത്യമായിട്ട് അതിൽ ഫോളോ ചെയ്ത് രാവിലെ എണീക്കലും കുളിക്കലും. മറ്റേ ഞാൻ രാവിലെ എണീറ്റാലും കുളിക്കൽ ഷോപ്പിൽ പോകാൻ നേരത്തെ ഒരു 9 മണിക്കൊക്കെ കുളിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാ വെളിയിലെത്തുന്നത്. അപ്പൊ ആ സിസ്റ്റം നമ്മൾ അതേമാതിരി ഫോളോ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫില് ബി മാജിക്കിനെ കൊണ്ട് തന്നെ രക്ഷപ്പെട്ട് നമുക്ക് 100% എനിക്കൊക്കെ ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും. ഒരു വിഷയമില്ല. കാരണം ഈ ക്ലാസ്സുകൾ വന്നാൽ ഓരോ ക്ലാസ്സുകളും ചില സ്ഥലത്തൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് ഈ ക്ലാസ്സിന്റെ വില നമ്മൾ അറിയുന്നത്. എത്ര നല്ല ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നതെന്നറിയും. 5000 10,000 20,000 കൊടുത്താൽ കിട്ടാത്ത ക്ലാസ്സുകളൊക്കെ ഇപ്പൊ എനിക്കിപ്പോ അടുത്ത് ഒരാള് 6 ലക്ഷമാണ് കോഴ്സിന്റെ ഫീ. ജസ്റ്റ് അയാൾക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് ഒരാളെ ഒരു ദിവസം കയറ്റം. ഞാൻ എന്നോട് പറഞ്ഞു
ഒരു ദിവസം പറഞ്ഞു, പക്ഷെ എനിക്കൊന്ന് അന്ന് ഞാൻ ഗസ്റ്റ് ആക്കുന്നുണ്ട്, എനിക്കൊന്ന് കയറുമെന്ന്. കയറി നോക്കുമ്പോൾ എനിക്ക് ആ ക്ലാസ് കേട്ട് ഞാൻ ആലോചിച്ച് പഠിച്ചോ, നമ്മക്കിപ്പോ ദിവസം കിട്ടണല്ലേ, ഇയാളിപ്പോ 6 ലക്ഷം കൊടുത്തിട്ടല്ലേ ഇപ്പൊ ഈ ഒരു കൊല്ലത്തേക്കുള്ള കോഴ്സാ. ദാറ്റ് മീൻസ് 50,000 അയാൾക്ക് പൈസ ഉണ്ടാക്കിട്ടോ, അയാളെ കൊണ്ട് അത് വേറെ വിഷയം. പക്ഷെ 50,000 പെർ മന്താണ് അയാള് ഒരു കൊല്ലത്തേക്ക് സ്പെൻഡ് ചെയ്ത്. നമ്മള് 500 റുപ്യ ഒരു കാലത്ത് നമ്മൾ 500 റുപ്യ കൊടുത്തിട്ടാണ് കേട്ടോ ബിമാജിക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫ്രീ ആയത് നോക്കണ്ട. എങ്കിലും 500 റുപ്യ കൊടുത്ത കാലത്തും ഫ്രീ ആയ കാലത്തും കിട്ടുന്ന ക്ലാസ്സുകൾ, ചില ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഡയമണ്ടാ. നമുക്കത് ലൈഫിൽ എന്താ പറയാ, അത്രയും. അപ്പം നമ്മള് ആ ക്രിട്ടിക്കൽ തിങ്കിങ്, അത് പിന്നെ ക്രിയേറ്റീവ്, പിന്നെ അടുത്ത പോയിന്റ് ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു ക്രിയാത്മക ചിന്ത. ഒരു വിഷയത്തിൽ നമുക്ക് അത് ഇപ്പം നമ്മളൊരു കോഴിക്കോട് പറയാനും പാളയം ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പല വഴിക്കും പോവാം. അപ്പൊ അതിൽ ഏറ്റവും എളുപ്പം, അത് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ഒരാൾക്ക് ഏറ്റവും എളുപ്പമായ മാർഗത്തിൽ അയാളുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അയാള് ഒരു ഗോൾ സെറ്റ് ചെയ്താല് അതിലേക്ക് ദൂരം വഴി കൂടി ആ ഗോളിലെത്താം, ഷോർട്ടായിട്ട് എത്താം, നല്ല വഴിക്കും പോകാം, കുന്നും പുറത്തു കൂടിയും പോവാം. അപ്പോൾ അതിന് ഈ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റും. പിന്നെ ഇമോഷൻ, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഇപ്പം ചില കാര്യങ്ങൾ ഒരു എന്തെങ്കിലും സാധനം കണ്ടാൽ അത് അപ്പം വാങ്ങും. ഈ ഇവരൊക്കെ ഉണ്ട്, ഒക്കിനാവല്ല ഇക്കിഗായിൽ പറയുന്നില്ല, നമ്മൾ സാധനം കണ്ട അവരൊരു 2 ദിവസം 3 ദിവസം ആലോചിക്കും ഇത് വേണോ, അല്ല പെട്ടെന്ന് വാങ്ങില്ല എന്നത്. അപ്പൊ ആ ആലോചന, ആ സാധനം എനിക്ക് വേണം, അതിപ്പോ ഉള്ള സാധനം കൊണ്ട് തന്നെ മാനേജ് ചെയ്താൽ പോരെ, അങ്ങനെ പല ചിന്തിച്ചിട്ട് അവസാനം അവര് വാങ്ങുള്ളൂ. അത് വലിയ എമൗണ്ടിന്റെ പർച്ചേസ് ആണെങ്കിൽ അവള് വളരെയധികം ചിന്തിക്കുന്നതാണ്. മോർ ദാൻ 1 വീക്കൊക്കെ എടുത്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. അതപ്പോ ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് സാധിക്കും. പിന്നെ സ്ട്രെസ്സിനെ കോപ്പിംഗ് ചെയ്ത് ഈ ആകുലതകളെ ഫേസ് ചെയ്യുക. അതിനെന്താ വഴി? അപ്പം അത് തന്നെ ഈ സമയം കടന്നു പോകും, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ആരും സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. സ്ട്രെസ്സും ജീവിതത്തിൽ അത്യാവശ്യമാണ്. സ്ട്രെസ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കൂല. അത് അത്യാവശ്യം സ്ട്രെസ്സുകൾ ഉണ്ടാവും, അത്യാവശ്യം ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കാതെ ഇതൊന്നും സ്ട്രെസ് വരതേ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അബദ്ധമാണ്. ഞാനൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണേ, എല്ലാവിധ വിഷമതകളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള ശക്തിയും മനക്കരുത്തും എനിക്ക് നൽകണേ. അപ്പൊ അതെന്താ വെച്ചാല് നമുക്ക് ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും നമുക്ക് ബേജാറില്ല. നമുക്ക് ആ പവറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ല, ഞാനിങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാല് എപ്പോഴും നമുക്കൊരു ക്രൈസിസ് വരും. ഞാൻ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കേസിൽ പെട്ടിരിക്കുകയാണ്, അത് ക്രൈസിസാണ്, അത് മാനേജ് ചെയ്യണം. അല്ലാതെ അതിങ്ങനെ ആലോചിച്ചിട്ട് അത് ഇപ്പൊ എന്താ ചെയ്യാ, ബില്ലുകൾ എന്താവും, ഹോസ്പിറ്റൽ ബില്ല് എത്ര ആവും, മറ്റേതെന്താവും, നമ്മുടെ ടൈം അവിടെ പോകണം. ഒരാൾ ഹോസ്പിറ്റലിൽ കണ്ട ഫാമിലി കംപ്ലീറ്റ് അതിന്റെ മാനേജ്മെന്റിലേക്ക് ഇറങ്ങേണ്ടി വരും. നമ്മൾ കംഫർട്ട് സോണിൽ വിട്ട ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ കേസിനാണ്. അതൊക്കെ ലൈഫിൽ ഒരു പാർട്ടാണ്, പാർട്ടായിട്ട് കാണും. അതാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. പിന്നെ ടൈം മാനേജ്മെന്റ്, 24 മണിക്കൂർ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ മാനേജ് ചെയ്യുക. അല്ലാതെ ഈ ടൈം മാനേജ്മെന്റ്, ആ വാക്ക് സമയത്തിന് മാനേജ് ചെയ്യാന്ന് പറയാന്നല്ലത്, സമയത്തിനല്ല മാനേജ് ചെയ്യുന്നത് നമ്മളെ. കാരണം യൂണിവേഴ്സ് എല്ലാവർക്കും 24 hour കൊടുത്തിട്ടുള്ളൂ. അത് ഡെയിലി 10 കോടി വരുമാനമുള്ളവനും, ഡെയിലി 100 റുപ്യ വരുമാനമുള്ളവനും, ഡെയിലി ഒരു വരുമാനം ഇല്ലാത്തവനും ഒക്കെ 24 മണിക്കൂറിലാണ് അയാൾ സമയം കൊടുത്തത്. അതിൽ 5-8 മണിക്കൂർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവും. അതിൽ 10 കവിഞ്ഞ ഒരു 6-7-8 മണിക്കൂർ ആക്കി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയം നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കുക. അതിലൊരു 80-20 പ്രിൻസിപ്പിളും ഉണ്ട്. നമ്മളെ ആ സമയത്തിൽ നമുക്ക് ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം ഏതാണെന്ന് നമ്മളെ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി കൂടും. അത് പാരറ്റോ പ്രിൻസിപ്പിളാണ് 80-20. അത് എല്ലാത്തിലും ഉണ്ട്. അതെന്ത് വിഷയത്തിൽ 80-20 പ്രിൻസിപ്പിള് നടക്കുന്നതാണ്. അപ്പൊ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളത്ത് 10 സാധനം ഉണ്ടെങ്കിൽ അയാൾ ടേൺ ഓവറിൽ ഏറ്റവും അധികം ഉണ്ടാക്കുന്ന 2 പ്രോഡക്റ്റ് ആയിരിക്കും. ആ പ്രോഡക്റ്റ് പക്ഷെ ഈ 8 പ്രോഡക്റ്റ് ഉണ്ടായാലേ 2 പ്രോഡക്റ്റും കൂടി പോവുള്ളൂ കേട്ടോ. പക്ഷെ അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ്. അതേമാതിരി എല്ലാ വിഷയത്തിലും, വായനയിലായാലും എല്ലാ കാര്യത്തിലും നമ്മളെ ഡെയിലി ലൈഫിലെ 80-20 പ്രിൻസിപ്പിള് വലിയൊരു ഭാഗം വഹിക്കുന്നു. ഇത്രയൊക്കെ സമയം 6:15 കഴിഞ്ഞ്. എൻ്റെ സമയം, എനിക്ക് അനുവദിച്ച സമയം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്, അത് പറയുകയാണെങ്കിൽ ശരിക്കും 1 മണിക്കൂറിലെ സമയം വേണം. അപ്പം ഇത്രയും കാര്യം എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഷൈമിനെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഇന്നലെ രാത്രി ഈ പറഞ്ഞ മാതിരി കേസുള്ളതുകൊണ്ട് 11 മണി ഞാനല്ല വീട്ടിലെത്തും. അപ്പോൾ ഒന്നും ശരിക്കും ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ല. ഞാനുള്ളത് എൻ്റെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഉപകരിച്ചാൽ നല്ല കാര്യം, സന്തോഷം. എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ക്ഷമിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് എ ഗുഡ് ഗൈഡൻസ്. താങ്ക് യു സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഫീഡ്ബാക്സ് അറിയിക്കാനായി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. മാജിക് മോർണിംഗ് സാർ. താങ്ക് യു മാജിക് മോർണിംഗ്. എന്താ പറയാ, കുറച്ച് സമയം കൊണ്ട് സാർ അത് ചെയ്തെങ്കിലും നമ്മളിങ്ങനെ എന്താ നല്ല ഒഴുക്കോട് കൂടി നന്നായിട്ട് സാറ് പ്രസന്റ് ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ട കാര്യങ്ങളായിരുന്നു എങ്കിൽ കൂടിയും അത് ക്ഷമയോട് കൂടി നന്നായിട്ട് നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവുമ്പോൾ തന്നെ അല്ലേ സാറേ, അതങ്ങോട്ട് നമുക്ക് ഉണ്ടായെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് സക്സസ് ആകും. അതുപോലെ സാറ് നമ്മൾ ബിമാജിക്കിൽ വന്നാൽ ചുമ്മാതെ നമ്മളെ ക്ലാസ് ഇരുന്നിട്ട് ഒന്നും നന്നാവില്ല. നമ്മൾ ആക്ഷൻസ് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയൂ. അതുപോലെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോ ക്ലാസ്സുമാണ് നമ്മൾക്കിവിടെ ഫ്രീ ആയിട്ട് തരുന്നത്. സാർ പറഞ്ഞതെല്ലാം 100% സത്യമാണ്. അപ്പൊ സാർ ഓരോ സ്കിൽസിന്റെ കാര്യങ്ങളും പറഞ്ഞു. തോന്നുകയേയില്ല സാർ ഇന്നലെ കുറച്ച് സമയം പ്രിപ്പയർ ചെയ്തതെന്ന് തോന്നാത്ത രീതിയിലായിരുന്നു ക്ലാസ്സുകൾ എടുത്ത്. താങ്ക് യു സാർ. നല്ല അറിവുകളായിരുന്നു. ഇനിയും വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കേട്ടോ. ഇനിയും ഫിനാൻസ് പരമായിട്ടാണ് സാറ്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. ഞങ്ങൾക്ക് ഇത്രയും അറിവ് നൽകിയതിന് നന്ദി സാർ. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. മാജിക് മോർണിംഗ് ഒരു അറിവാണല്ല. പിന്നെ ഇതിന് 2 ആളുകൾ പേര് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സ്വന്തം പേര് കൊടുക്കണം. ഒരാള് ഐഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോണിന്റെ പേരാണ് കൊടുത്തിട്ടുണ്ട്. ഫോണല്ല പങ്കെടുത്തിട്ടുണ്ട്, നമ്മളാണ്. അപ്പൊ നമ്മളെ പേര് കൊടുക്കുക. ആ പേര് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ആള് പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ പറഞ്ഞാൽ ആളേക്ക് നീട്ടിയേക്കില്ല. ബഷീർ സാർ പറഞ്ഞേക്ക് നീട്ടിയേക്കുന്ന പരിപാടിയില്ല. അപ്പോഴേക്കപ്പം എന്തായാലും ബഷീർ സാറിന് നമുക്കറിയാം 2 നദികളാണ് ബഷീർ സാറിന് വൈകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പുസ്തകങ്ങളിലൂടെയുള്ള അറിവിന്റെ നദി, അല്ലെ? ഒരുപാട് പുസ്തകങ്ങളിലൂടെയുള്ള അറിവിന്റെ നദിയാണ്. രണ്ടാമത് മെഡിറ്റേഷനിലൂടെയുള്ള അറിവ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ എങ്ങനെ ഇപ്പൊ അറിവുണ്ടാകുക? അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ല, എങ്ങനെ അറിവുണ്ടാകുക? പുസ്തകം വായിച്ചാൽ പുസ്തകത്തിലുള്ള അറിവ് കിട്ടും. പക്ഷെ മെഡിറ്റേഷൻ ചെയ്താൽ കിട്ടുന്നത് ഒരു പ്രത്യേക തരം അറിവാണ്. ആ അറിവിന് പ്രാക്ടീസിന്റെ ആവശ്യമില്ല. അത് നമ്മളവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും അറിവുകളൊക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു അറിവാണ് ഇന്ന് പങ്കുവെച്ചത്. മറ്റൊരു പറഞ്ഞു തീർക്കാൻ ലക്ഷങ്ങള്. ഞാനിപ്പോ ഇതിന്റെ മുമ്പ് ഇവിടെ ഒരു വീഡിയോ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഒരാൾ കോടീശ്വരനായത് 7 ക്ലാസ് എടുത്തിട്ടാണ് എന്ന്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ സൗജന്യമായിട്ട് എത്രയോ വർഷങ്ങള് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇല്ല, പല പ്രാവശ്യം നമ്മള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഞാൻ എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞാലും ഞാൻ എന്തായാലും വരുന്നതാണ്. അടുത്ത ആഴ്ച മുതൽ ഞാൻ എന്തായാലും റിസീവ് ആകും എന്നാണ് എല്ലാവരും വിളിക്കുമ്പോഴും. ഇപ്പൊ മണിസാർ ഒരുപാട് ആളുകൾ വിളിച്ച്, ആ വിളിച്ച ആളുകളൊക്കെ മണിസാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാൻ 2-3 ദിവസം കൊണ്ട് എന്തായാലും ഞാൻ വരില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ ആഗ്രഹമുണ്ട്.
ആഗ്രഹം ഇല്ലാതിട്ടല്ല, ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാരണം കണ്ടെത്തും. ഒന്ന്, ഞാനിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസാണ്, 2 ദിവസം കഴിഞ്ഞാൽ തീരും. അല്ലെങ്കിൽ എനിക്കൊരു കല്യാണം ഉണ്ട്, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനുസാറിനോട് പറഞ്ഞിരുന്നു കാരണങ്ങൾ എഴുതിയേക്കാൻ. ഈ പറയുന്ന കാരണങ്ങളൊരു പുസ്തകത്തിൽ എഴുതിയേക്കുക. ഇനി കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാത്തത് എന്ന് പറയുമ്പോൾ ആ കാരണങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയേക്കുക. അതെന്തിനാ അറിയോ? ആവശ്യമുണ്ട്. ഈ കാരണങ്ങളൊക്കെ നമുക്ക് കാണാപ്പാട് പഠിഞ്ഞാൽ, പഴയ കാലത്ത് ഞാനും ബഷീർ സാറൊക്കെ പഠിച്ചിട്ട് കാലത്ത് പരീക്ഷ എഴുതലായിരുന്നു കാണാപ്പാട് പഠിക്കാനാണ്. അതേമാതിരി കാണാപ്പാട് പഠിച്ചാൽ പിന്നെ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതാ കാരണം മാത്രമാണ്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ബഷീർ സാർ. താങ്ക് യു സർ. മാജിക് മോർണിംഗ്. മണി സാർ, ആ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഉഷാറായിരുന്നു. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആണ്. നല്ല ഒഴുക്കോട് കൂടി പോയിട്ടുണ്ട്. നമ്മൾ ആ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, മെന്റൽ ഹെൽത്തും അതേമാതിരി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മളെ ലൈഫിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇമോഷൻ മാനേജ് ചെയ്യാണ്ട്, സ്ട്രെസ് മാനേജ് ചെയ്യാണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, അതേപോലെ ടൈം മാനേജ്മെന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇല്ലാത്ത നമ്മൾ ഇപ്പൊ ഉള്ള കഴിവുകളെ നമ്മൾ ഒന്നും കൂടി ഉഷാറാക്കി കൊണ്ടുവന്നാൽ നമുക്കത് വളരെ അധികം യൂസ്ഫുൾ ആയിട്ട് മാറുന്നുള്ളതാണ്. ഇത് പറഞ്ഞ മാതിരി ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എല്ലാം എമർജൻസി ഫണ്ട് ശരിക്കും ഉണ്ടായി തന്നെ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് വരിക. പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് ലൈഫ് വളരെ സിമ്പിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇമോഷന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നിന്നാൽ നമുക്ക് എല്ലാ പ്രോബ്ലം വരുമ്പോഴും ഇതെല്ലാം കടന്നു പോകും. നമുക്ക് ഇനി നമുക്കുള്ള ശക്തി തരണ സാധാരണ മുമ്പേ പറയലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലം മുന്നേ തന്നെ ഈ വാക്ക് ഞാൻ കേട്ടാണ്. പ്രോബ്ലം വന്നോട്ടെ, എനിക്ക് സോൾവ് ചെയ്യാനുള്ള കഴിവ് സർവശക്തം തന്നാ മതി എന്നുള്ള ഒരു വാക്ക് എനിക്ക് എന്റെ മനസ്സിൽ ആദ്യ ബഷീറിന്റെ വാക്കുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പല ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, മെഡിറ്റേഷന്റെ എല്ലാം ഗുണങ്ങളും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ ബ്യൂട്ടിഫുൾ ക്ലാസ് ആയിരുന്നു, യൂസ്ഫുൾ ആണ്. ഒന്നും കൂടി പൊടിതട്ടി ഉഷാറാക്കാനുള്ളതും എക്സ്ട്രാ കോൺഫിഡൻസ് വരാനും നമുക്ക് ലഭിക്കുന്നത് വളരെ നല്ല ക്ലാസ് ആണെന്ന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മുസ്തഫ. നല്ലൊരു ക്ലാസ് ആണ്. കാരണം നല്ലൊരു ടോപ്പിക് ആണ് എടുത്തത്. കാരണം 4 ഘടകങ്ങൾ പറഞ്ഞു നിന്നിട്ട് ഫിനാൻഷ്യലും അത് ഹെൽത്തിന്റെ മറ്റേ സ്പിരിച്വാലിറ്റി എല്ലാം പറഞ്ഞു. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നല്ല ഒഴുക്കോടെ തന്നെ ക്ലാസ് വന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് വരും. കാരണം ക്ലാസ് അത്ര നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓരോ ഇതും വിശദീകരിച്ചിരുന്നു. കാരണം നമ്മൾ ഓരോ മേഖലയിൽ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇനിയും ഇതുപോലെ എടുക്കുക ഒരു ക്ലാസ് നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. നല്ലൊരു ക്ലാസ്, സൂപ്പർ. താങ്ക് യു സർ. മാജിക് സർ. മാജിക് ഇത് മോർണിംഗ് ബഷീർ എനിക്ക് സാറേ. മാജിക് ഓക്കെ സർ. സാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സാർ. എനിക്ക് ഇതൊരു നല്ല ഒരു ക്ലാസ് ആയിട്ട് തോന്നില്ല. നമ്മളെ വീട്ടിലുള്ള ഒരാള് ഒരു ഉപദേശിക്കണ പോലെ എനിക്ക് തോന്നി. സ്നേഹത്തോടെ നമ്മളെ ഉപദേശിച്ച് എന്ന പോലെ എനിക്ക് തോന്നിയത്. നല്ല നല്ല രസമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നു. പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ഇനി ഇതേപോലുള്ള നല്ല നല്ല ഉപദേശങ്ങളായിട്ട് ഞങ്ങളെടുത്ത് തരണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. താങ്ക് യു സാർ. താങ്ക് യു. മാജിക് മോർണിംഗ് ബഷീർ സാറേ. സാർ താങ്ക് സാറേ, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഷീല പറഞ്ഞ പോലെ ഒരു ക്ലാസ് ആയിട്ടല്ല തോന്നുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉപദേശം കൊടുക്കില്ല, അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ 4 ഹെൽത്ത് 4 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ
ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും കേട്ടിട്ടുണ്ട്, പക്ഷേ സ്പിരിച്വൽ ഹെൽത്തും ഫൈനാൻഷ്യൽ ഹെൽത്തും ആയിട്ടുള്ള ആ രീതിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് സ്പിരിച്വൽ ഹെൽത്ത് വേണം. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യലി നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ബജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, നേരത്തെ പ്ലാനിങ് ഒന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അത് കുഴപ്പമില്ല. സാറ് പറഞ്ഞപ്പോൾ ഇനിയെങ്കിലും നമുക്ക് ആ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ഇനിയെങ്കിലും നമ്മൾ ബോധവാന്മാരായിരിക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താ പറഞ്ഞ നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത ഉണ്ടാവും. പേടി വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്ന പോലെ ഒരു ജാഗ്രത വേണം ജീവിതത്തിൽ, ഫൈനാൻഷ്യൽ കാര്യത്തിലും. നന്നായി സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, വീണ്ടും പറയണു, ക്ലാസ് അല്ല, ഇത് ഞാൻ എല്ലാവർക്കും ഉള്ള ഒരു ഉപദേശമാണ്. താങ്ക് യു സാർ. താങ്ക് യു. മാജിക് മോർണിംഗ്. പക്ഷേ സാർ നല്ല ക്ലാസ് ആയിരുന്നു. ഷീജ പറഞ്ഞ പോലെ മറ്റേ സാർ പറഞ്ഞ പോലെയൊക്കെ അൽഹംദുലില്ലാ വലിയൊരാൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ ബഷീർ സാർ, നമസ്കാരം. നമസ്കാരം. അയ്യോ, ഒത്തിരി നാളായി സാറിന്റെ ഉപദേശവും ക്ലാസ്സും ഒക്കെ കിട്ടിയിട്ട്. വളരെ സന്തോഷം. നല്ലൊരു ഒഴുക്കില് ജീവിതത്തിൽ വിജയിച്ച ഒരാള് നമുക്ക് പറഞ്ഞു തരുമ്പം നമുക്ക് അത് കൂടുതൽ മനസ്സിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കും. പലവട്ടം ഈ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലും കാര്യങ്ങളും. ഈ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തുമായിട്ട് സാർ ഉടനെ തന്നെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശീലാമ. റേഞ്ച് പ്രോബ്ലം ഉണ്ട്. കേൾക്കുന്നുണ്ടോ സർ? ബ്രേക്ക് ഉണ്ട്. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്. ബ്രേക്ക് ഉണ്ടല്ലേ? നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു ജീവിതത്തിൽ വിജയിച്ച ഒരാളുടെ ഒരു ക്ലാസ് കിട്ടുമ്പോൾ അത് ഒരു പ്രത്യേകത തന്നെയാണ് സർ. നമുക്ക് സാറ് പറഞ്ഞല്ലോ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള ഒരു അറിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരിത് എനിക്കാണിതുവരെ അങ്ങനെ ഞാൻ എവിടെ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടായിരുന്നു. ഇത് നല്ലൊരു സെക്ഷനായിരുന്നു സാർ. നല്ല ഒഴുക്കോടുകൂടി സാർ പറഞ്ഞപ്പോൾ നല്ലൊരു സെക്ഷനായിരുന്നു. നന്നായിട്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശരി. മാജിക് മോർണിംഗ് സാർ. ഞാനിത് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ് കയറാൻ നോക്കുന്നത്. ഇന്ന് എല്ലാവർക്കും പറയാനൊരു ഉത്സാഹമുണ്ട്. കാരണം നമ്മുടെ വീട്ടിലൊരാളോട് നമുക്കൊന്നും ഭയക്കാതെ പറയാലോ എന്ന രീതി പറയാം. ബഷീർ സാറിനെ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബാംഗമായിട്ട് തന്നെയാണ് തോന്നുന്നത്. സാർ പറഞ്ഞത് ശരിയാ. ആരോഗ്യവും പിന്നെ സാമ്പത്തികവും കുറച്ച് ഭദ്രമാണെങ്കിൽ പകുതി കാര്യം ശരിയായി. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ആവും. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മേഘ. ഓക്കെ സാർ. അപ്പോൾ ഇന്ന് വളരെ ഉപയോഗപ്രദമായ ടോപ്പിക്കായ ലൈഫ് സ്കിൽസ് എന്ന ടോപ്പിക്കിൽ നമുക്കിന്ന് സെഷൻ എടുത്ത ബഷീർ സാറിനും ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു ബഷീർ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. Thank you very much. Thank you.